കോൺഗ്രസിന്റെ ഷെഹ്സാദ, കൊട്ടാരം മാന്ത്രികൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പരിഹസിക്കാറുള്ളത് ഇങ്ങനെയാണ്. വയനാട്ടിൽ കോൺഗ്രസിന്റെ രാജകുമാരൻ തോൽക്കുമെന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെതിരെയുള്ള മോദിയുടെ പരിഹാസം. പക്ഷെ കോൺഗ്രസിനെയും രാഹുലിനെയും ആക്രമിക്കാൻ കുടുംബാധിപത്യത്തെ കൂട്ടുപിടിക്കുന്ന മോദിയുടെ ക്യാബിനറ്റിൽ ഇത്തവണയുള്ളത് കുടുംബ വേരുകൾ വഴി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ 20ഓളം നേതാക്കളാണ്. മുൻ പ്രധാനമന്ത്രിമാരുടെ മക്കൾ മുതൽ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുൻ കേന്ദ്രമന്ത്രിമാരുടെയും മക്കൾ വരെയുണ്ട് മൂന്നാം മോദി ക്യാബിനറ്റിൽ. മുൻ പ്രധാനമന്ത്രിമാരായ HD ദേവഗൌഡയുടെ മകൻ HD കുമാരസ്വാമിയും ചൗധരി ചരൺ സിംഗിന്റെ പേരക്കുട്ടി ജയൻ ചൗധരിയുമാണ് പട്ടികയിലെ പ്രമുഖർ. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂറും ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബിജേന്ദ്ര സിംഗിന്റെ മകൻ റാവു ഇന്ദ്രജിത് സിംഗും മന്ത്രിസഭയിലുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയും റവ്നീത് സിംഗ് ബിട്ടുവും ജിതിൻ പ്രസാദയും ഒക്കെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയവരാണ്. പീയൂഷ് ഗോയലും കിരൺ റിജിജുവും ചിരാഗ് പാസ്വാനുമാണ് പട്ടികയിലെ മറ്റ് പ്രമുഖർ. കുടുംബ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ എത്തിയവരാണെങ്കിലും ഇവരിൽ പലരും തങ്ങളുടേതായ ഒരിടം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടുമിക്ക പാർട്ടികളിലും കുടുംബാടിസ്ഥാനത്തിൽ എത്തിയവരും ഇന്നും നിലനിൽക്കുന്നവരുമായി ഒട്ടനവധി നേതാക്കളുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി BJPക്കും NDAയ്ക്കും പുറത്തുള്ള കുടുംബാധിപത്യം മാത്രമേ കാണാറുള്ളൂ, പരാമർശിക്കാറുള്ളൂ, പരിഹസിക്കാറുള്ളൂ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ. അതുകൊണ്ട് തന്നെയാകണം ഇത് NDAയുടെ മന്ത്രിസഭയല്ല കുടുംബസഭയാണെന്ന് പരിഹസിച്ച രാഹുൽ ഗാന്ധി തന്നെ ഇത്തവണ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. 20 ക്യാബിനറ്റ് മന്ത്രിമാരുടെ പേരും അവർ ആരുടെയൊക്കെ ബന്ധുക്കളാണെന്നുള്ള പട്ടികയും രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പിന്നാലെ സംഭവം ചർച്ചയായി. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടും BJP നേതാക്കൾ പഴയ ശൈലിയിൽ പ്രത്യാക്രമണം നടത്തുന്നില്ല. കേവല ഭൂരിപക്ഷമില്ലാത്ത പാർട്ടി, കൂട്ടുകക്ഷി ഭരണത്തിലുള്ള സർക്കാർ, പ്രതികാരം പിന്നീടാവാമെന്ന് കരുതി കാണും.